ഖത്തറിൻ്റെ കിഴക്കേ അറ്റത്തു നിന്നും പടിഞ്ഞാറ് വരെ നീളുന്ന ഒരു ഓട്ടമത്സരം. 90 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഓട്ടമത്സരത്തിൽ വിജയിച്ചത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി PC നൗഫൽ. നൗഫലിൻ്റെ മാരത്തൺ കൗതുകങ്ങളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഖത്തർ ഈസ്റ്റ് ടു വെസ്റ്റ് അൾട്രാ റൺ. പേര് സൂചിപ്പിക്കും പോലെ കിഴക്ക് പടിഞ്ഞാറ് മഹാമാരത്തൺ ഓട്ടക്കാരുടെയെല്ലാം സ്വപ്ന ചാമ്പ്യൻഷിപ്പാണ്. 90 കിലോമീറ്റർ ദൂരം ലോകോത്തര ഓട്ടക്കാർക്കൊപ്പം ഓടിയാണ് ഇന്ത്യക്കാരിൽ ഒന്നാമനായി നൗഫൽ ഫിനിഷ് ചെയ്തത്. ഏകദേശം 15 മണിക്കൂറാണ് ഇതിൻ്റെ കട്ടൗട്ട് ടൈം വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മളത് ഏകദേശം 120ഓളം ആളുകൾ പങ്കെടുത്ത ഈ ഒരു അൾട്രാ മാരത്തോണിൽ 68 ആളുകൾ മാത്രമാണ് ഫിനിഷ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ഇന്ത്യക്കാരനിൽ ഞാനാണത്. ഫസ്റ്റ് 12.37 മിനിറ്റ്സ് കൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. അതിരാവിലെ സൂര്യനുദിച്ചുയരുമ്പോൾ ദോഹ ഷെറാട്ടണിൽ നിന്നും തുടങ്ങിയ ഓട്ടത്തിനിടയിൽ പ്രതിബന്ധങ്ങൾ ഏറെയായിരുന്നു. തണുപ്പും ശീതക്കാറ്റുമെല്ലാം വെല്ലുവിളിയായി. പേശിവേദനയെയും കാലാവസ്ഥയെയും തോൽപ്പിച്ച് 12 മണിക്കൂർ 37 മിനിറ്റും 48 സെക്കൻഡും എടുത്ത് നൗഫൽ ലക്ഷ്യത്തിലെത്തി. 120ഓളം പേർ മാറ്റുരച്ച അൾട്രാ റണ്ണിന്റെ സോളോ വിഭാഗത്തിൽ നൗഫൽ ഉൾപ്പെടെ 64 പേർ മാത്രമാണ് 90 കിലോമീറ്റർ ഓടിത്തീർത്തത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു ആ ഒരു സമയത്തുണ്ടായത്. കാരണം നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ഈവൻ നമ്മൾ സാധാരണ റൺ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ഒരു 30-40% എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം അത് നല്ല ഹെഡ് വിൻഡായിരുന്നു ആ സമയത്തുണ്ടായത്. ഒരുപാട് സമയം സ്ഥലത്ത് തളർന്നു വീണു. കാരണം മസിൽ പെയിനും മസിൽ ക്രാമ്പൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ബട്ട് നമ്മുടെ കൂട്ടായ്മയുടെ ഫ്രണ്ട്സുകളുടെ സപ്പോർട്ടോടു കൂടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് കൊളീഗ്സ് ഇതിൻ്റെ കൂടെ റൺ ചെയ്തിട്ടുണ്ട്. അത് റിലേ ആയിട്ട് അങ്ങനെ എനിക്കത് മുന്നോട്ട് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞു. MBA പഠനവും കഴിഞ്ഞ് തൊഴിൽ തേടിയെത്തിയ നൗഫലിനെ മികച്ച ഓട്ടക്കാരനാക്കിയത് മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഫിറ്റ്നസ് കൂട്ടായ്മയായ വെൽനസ് ചലഞ്ചേഴ്സ് ആയിരുന്നു. പഠനകാലത്തോ മറ്റോ സ്പോർട്സുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന നൗഫൽ 8 വർഷം മുമ്പാണ് ഖത്തറിലെത്തുന്നത്. എന്നാൽ കോവിഡ് കാലത്ത് സമൂഹത്തിൽ മാറി തുടങ്ങിയ ആരോഗ്യ ചിന്തകൾ നൗഫലിനെയും വ്യായാമത്തിലേക്കും അത്ലറ്റിക്സിലേക്കും നയിച്ചു. കൊറോണ പാൻഡമിക്കിന് ശേഷം എല്ലാ ആളുകളും ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്നത്. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്കറിയാം ഒരുപാട് സൈക്ലിങ് അതുപോലെ സ്പോർട്സ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മുടെ വെൽനസ് കൂട്ടായ്മ തന്നെ ഒരുപാട് ട്രെയിനിങ് മോഡ്യൂളുകളും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഖത്തറിൽ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ ഇവൻറ്റുകളും ഫാമിലി ഗെറ്റുകളാണ് വെൽനസ് ചാലഞ്ചസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ. ഖത്തറിലെ പ്രമുഖ റേസുകളായ മീഡിയ 1 ദോഹ റൺ, ഗൾഫ് മാധ്യമം ഖത്തർ റൺ, QRS സീരീസ്, ഇന്ത്യയിലും വിദേശത്തുമായി നടക്കുന്ന നിരവധി വെർച്വൽ റേസുകൾ എന്നിവയിലും മത്സരിച്ച് കഴിവ് തെളിയിച്ച നൗഫൽ ഏറ്റവും ഒടുവിലാണ് തൻ്റെ സ്വപ്നമായ 90 കിലോമീറ്റർ അൾട്രാ റണ്ണും കാൽ കീഴിലാക്കുന്നത്. ഇനി ലക്ഷ്യം അയൺമാൻ ചാമ്പ്യൻഷിപ്പാണ്.